അങ്ങനൊരു സബ്ജക്ട് നമ്മൾ അധികം ആരും പ്രേമിച്ചിട്ടുള്ള ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ പോയി അന്വേഷിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതാണ്. അത് പിന്നെ നമ്മുടെ സൊസൈറ്റിയിലെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ സിനിമ ചെയ്ത് കഴിഞ്ഞും റിലീസിലേക്ക് എത്തുന്നതിനിടയിൽ ഇപ്പൊ കേരളത്തിന് പുറത്തും ഒക്കെ ഇങ്ങനെ മരിച്ചതിന് ശേഷം അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പലർക്കും ജീവൻ വന്നതും തിരിച്ചു വന്നതൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി മീഡിയ വഴിയും ന്യൂസ് വഴിയൊക്കെ. അപ്പം അതൊക്കെ അതിനൊരു കാരണമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കഥകളെ പറ്റി ഞാൻ കേട്ടിരുന്നു. എങ്ങനെ ന്യൂസ് ഓൾറെഡി എല്ലാ ന്യൂസും ഞാൻ വായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ എപ്പോഴും ഒരു വായിച്ച ന്യൂസ് ഇങ്ങനെ മനസ്സിൽ കിടന്നതാവാം എഴുതാനുണ്ടായ കാരണം. പിന്നെ നമ്മുടെ നാട്ടുപുറത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൽ നിന്നാണ് ഇങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്. സിനിമ കണ്ടപ്പോഴേ ഈ വിഷയത്തിനേക്കാൾ ഉപരി എനിക്ക് ഇതിൽ മതത്തിന്റെ പൊളിറ്റിക്സ് ഒരു പ്രൈമറി സബ്ജക്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ ഇതില് മതത്തിന്റെ കുറെ നാരോ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിനെ നല്ല രീതിക്ക് ഇതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലോട്ടുള്ള ഒരു പറയാനുള്ള ഒരു മതം ഇല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പാടാണ് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പം ഞാനങ്ങനെ അത് കട്ടയ്ക്ക് മാത്രം നിൽക്കുന്ന ഒരാളല്ല. എങ്കിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ഫാക്റ്റാണ്. ജീവിച്ചു പോകാൻ വേണ്ടി അത് നമുക്ക് ആവശ്യമാണ്. ചില ഘട്ടങ്ങളിലൊക്കെ അത് ആവശ്യമായിട്ട് വരും. ഒരു നാട്ടിൻപുറത്ത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്ന് ചെയ്യും. അപ്പൊ അതാണ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് ട്രാവൽ ചെയ്യാൻ കാരണം. സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഇത് ഇത്തരത്തിൽ ഇത് ചെയ്യുമ്പോൾ ഇത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നേടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മള് ഏത് സിനിമ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് എവിടെങ്കിലും ഒക്കെ ഒരു പൊളിറ്റിക്സ് കടന്നു വരും. അത് ചർച്ച ചെയ്യപ്പെടാം. മിക്ക സിനിമകളിലും ഒക്കെ ഇത് സ്വാഭാവികമായിട്ടും കടന്നു വരാനുള്ള ഉത്തരം പറയാറുള്ളതാണ്. ചില ഉത്തരങ്ങൾ ഭയങ്കര വിവാദമാകും, ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് തള്ളിക്കളയും. ഇവിടെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കയറി വന്നതാണ്. നമ്മുടെ വിശ്വാസത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകാറുള്ളതാണ്, കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെയും അങ്ങനെ ഒരു സീൻ കടന്നത്. വളരെയധികം വളരെയധികം ശ്രദ്ധേയപ്പെടുന്ന ഒരു ആക്ടറാണ് താങ്കൾ. ഒരു ആക്ഷൻ നായകൻ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഇങ്ങനെ സബ്ജക്ട് വന്നപ്പോൾ മനസ്സിലാ ഫസ്റ്റ് വന്നത് ആ ഒരു ടൈറ്റിൽ ബ്രേക്ക് ചെയ്യാമെന്നാൽ വേറെ കഥാപാത്രം ചെയ്ത് ഇതാവണം ഇതുണ്ടായിരുന്നു. ഞാനൊരു ആക്ഷൻ സ്റ്റാർ എന്നും പറഞ്ഞിട്ടൊന്നും ടൈറ്റിൽ വെക്കാൻ അങ്ങനെ ഞാൻ അതല്ല. ഞാൻ ആസ് എൻ ആക്ടർ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അറിയാനാണ് താല്പര്യം. അപ്പോൾ ആസ് എൻ ആക്ടർ ഇങ്ങനെ ഒരു സബ്ജക്ട് വന്നപ്പോൾ ഈ ഒരു കണ്ടന്റ് ഭയങ്കര അപ്പീലിംഗ് ആയി തോന്നി. ആദ്യം നമ്മൾ ഈ കണ്ടന്റാണ് നമസ്കാരം ഫോണിൽ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാനാണോ മരിക്കുന്നത്, അതാണ് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല എങ്ങനെയുണ്ടാ മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയപ്പോ ആസ് എൻ ആക്ടർ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് എത്തുന്നത്. നോർമലി ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ജാതിയുടെ മാത്രമേ പേരിൽ ഒരുപാട് ലഹളകൾ നടക്കാറുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടിനെ കത്തികുത്താൻ നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥ മാറുന്ന സമയമായിട്ടോ? മനുഷ്യനെന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത്, ജാതിയല്ല മതമല്ല എന്ന് കൺസിഡർ ചെയ്യേണ്ടത് ഒരു വ്യവസ്ഥ വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇത് നേരത്തെ പറഞ്ഞ പോലെ, ഡയറക്ടർ പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫിൽ ഇതെല്ലാം കണക്റ്റഡാണ്. ജാതി, മതം, പൊളിറ്റിക്സ് എല്ലാം കണക്റ്റഡാണ്. അല്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം കണക്റ്റായി കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ജനറേഷന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഒരുപാട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. താമസിച്ചത് അത് കുറയുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാരും സിനിമ കണ്ടോ? കണ്ടവരെ ഉണ്ടോ?
കണ്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങളാണ് ഞാൻ ചോദിക്കണ, സിനിമ എങ്ങനെയുണ്ട്? അത് മതി. കബറിനുള്ളിലുള്ള ഒരു ഷൂട്ടിംഗ് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഇടയ്ക്ക് വരാം. നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലോ. അത് ആക്ച്വലി എനിക്കത് ഞങ്ങളത് വേറൊരു സംസാരിച്ചുള്ളൂ. അതങ്ങനെ സെറ്റ് ഇട്ട് അങ്ങനെ നമ്മള് കബർ വേറെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ കബർ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അത് കാണുമ്പോൾ നമുക്ക് മൈൻഡിനും നമ്മളെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ 2-3 പ്രാവശ്യം പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എണീക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കബർ എൻജോയ് ചെയ്ത് തുടങ്ങി. മനുഷ്യന്മാർ അങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പൊ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര. പിന്നെ എന്നെ പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷം. ഉണ്ട് പറയേണ്ടി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് ഇത് ഫസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ബറീഡിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ബറീഡ് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്താണ്. ടോട്ടലി സിനിമ മൊത്തം നമ്മൾ ക്ലൈമാക്സിലാണ് മൊത്തം. അത് പിന്നെ കുറച്ച് അവരെ കയ്യിൽ ടോർച്ച് കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതും രണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മളെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഈ കണ്ടന്റ് തന്നെയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചത്. മഞ്ഞുമല്ല് ഷൂട്ട് അടക്കം നമ്മുടെ കഴിഞ്ഞു. ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സാധനം 10 രീതിയിലായിരിക്കാം വരിക എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മുടേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നറിയാമായിരുന്നു. നോർമലി ഇപ്പൊ